ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 2 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത്. ഈശോ തന്റെ ദൈവത്വം പ്രഖ്യാപിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. ഇവിടെ 2 തരം മനോഭാവങ്ങളുള്ളവരെ നാം കാണുന്നു. ഒരിക്കലും ഈശോയിലേക്ക് ഇനി ആരും വരേണ്ട എന്ന് ചിന്തിക്കുന്ന ജനവും, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെയും കൂടി ഈശോയിലേക്ക് എത്തിച്ചേ അടങ്ങൂ എന്ന് ചിന്തിക്കുന്ന ജനവും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ പ്രത്യേകതയാണിത്. 4 സുഹൃത്തുക്കൾ തങ്ങളുടെ വിശ്വാസവും കൂട്ടായ്മയും വഴി ചെയ്ത വലിയ അത്ഭുതം. ഈ വചനഭാഗത്ത് രണ്ടാമതായി നമ്മൾ ദർശിക്കുക, ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശിശുജ്ഞാനസ്നാനത്തിനുള്ള ബൈബിൾ അടിത്തറയാണ് ഈ ഭാഗം. 4 പേരുടെ വിശ്വാസമാണ് തളർവാദ രോഗിക്ക് പാപമോചനം നൽകാൻ കാരണമായത്. മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും ചേർന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നു. മാമോദീസായിൽ കുഞ്ഞിന്റെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? പ്രിയപ്പെട്ടവരെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തെളിവ് നിരത്തുക ആവശ്യമില്ല, അത് സാധ്യവുമല്ല. എന്നാൽ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ അത് സംഭവിക്കണം. അതിനാൽ മാനുഷികമായി ചിന്തിച്ചാൽ ആദ്യത്തേതാണ് എളുപ്പം. കുമ്പസാരക്കൂട്ടിൽ ഈശോയ്ക്ക് നമ്മുടെ പാപം ക്ഷമിക്കുവാൻ കഴിയുമെന്ന് പരസ്യ ജീവിതകാലത്ത് ആയിരക്കണക്കിന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈശോ തെളിയിച്ചു. ഭൗതിക നന്മകൾ ദൈവം നമുക്ക് തരുന്നത് ആത്മീയ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ഈശോ തരുന്ന രക്ഷ, ഈശോ തരുന്ന സൗഖ്യത്തെക്കാൾ വലുതാണ്. പാപം ക്ഷമിച്ചത് വഴി താൻ ദൈവമാണെന്ന് ഈശോ പരോക്ഷമായി അവകാശപ്പെടുന്നു. നാം എന്ത് ചെയ്താലും മഹത്വം ദൈവത്തിന് മാത്രം നൽകുക, നമ്മിലേക്കല്ല ഈശോയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുക. നമ്മുടെ വിശ്വാസവും കൂട്ടായ്മയും വഴി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ എളിയവരും നിസ്സാരരുമായി നമുക്ക് സാധിക്കും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.